സുഗമമായ വിശ്വാസ ജീവിത യാത്രയ്ക്ക് നാം ദൈവത്തോട് നിരന്തരം അപേക്ഷിക്കേണ്ടുന്ന 3 അപേക്ഷകളുണ്ടെന്ന് ഒരിടത്ത് വായിച്ചിട്ടുണ്ട്. ഒന്ന്, ലോർഡ് ഷോ മീ വാട്ട് യു വാണ്ട് മീ ടു സീ. കർത്താവേ, ഞാൻ എന്ത് കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതെനിക്ക് കാണിച്ചു തരണമേ. 2, ലോർഡ് ടീച്ച് മീ വാട്ട് യു വാണ്ട് മീ ടു നോ. കർത്താവേ, ഞാൻ എന്തറിയണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതെന്നെ പഠിപ്പിക്കണമേ. 3, ലോർഡ് ലീഡ് മീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻ ദ പാത്ത് ഓഫ് യുവർ പെർഫെക്റ്റ് വിൽ. കർത്താവേ, നിൻ്റെ പൂർണ്ണ ഹിതത്തിൻ്റെ പാതയിൽ എന്നെ പടിപടിയായി നയിക്കണമേ. 1, നമ്മുടെ കാഴ്ചപ്പാട്. 2, നമ്മുടെ അറിവ്. 3, നമ്മുടെ നടപ്പ്. ഒന്നാമതായി, ശബ്ദ കോലാഹലങ്ങളും ശ്രദ്ധാശൈഥില്യങ്ങളും നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും നമ്മുടെ കണ്ണുകൾ അവിടെയും ഇവിടെയും ഉടക്കി നിൽക്കുന്നത് നിമിത്തം നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുകൾക്ക് ക്ഷീണം സംഭവിക്കുന്നു. എന്ന് വെച്ചാൽ കാണേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ കാണുവാൻ കഴിയാതെ പോകുന്നു. നാം എന്താണ് കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അത് നമ്മെ കാണിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്ന പക്ഷം ശാരീരികമായി മാത്രമല്ല ആത്മീയമായും അന്തർക്ക് കാഴ്ച നൽകുന്നതിൽ കർത്താവ് സന്തോഷിക്കുന്നു. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. 119 സങ്കീർത്തനം 18 വാക്യം, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. രണ്ടാമതായി, നാം അറിയേണ്ടുന്നത് നമ്മെ പഠിപ്പിക്കുവാൻ കർത്താവിനെ നമ്മുടെ ഗുരുവാക്കുക. കർത്താവ് ഒരു നിശബ്ദ കാംക്ഷിയല്ല, അവൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. നമ്മുടെ സ്വന്തം ധാരണയിൽ നാം ആശ്രയിക്കുന്നതിന് പകരം കർത്താവിൻ്റെ ജ്ഞാനം പഠിക്കാൻ നാം ഹൃദയത്തെ സജ്ജമാക്കിയാൽ തിരുവചനത്തിലൂടെ, ജീവിതാനുഭവങ്ങളിലൂടെ, മറ്റുള്ളവരുടെ പ്രഭാഷണങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും നമ്മുടെ ആത്മീയ അറിവ് അവിടുന്ന് വർദ്ധിപ്പിച്ചു തരും. 25 സങ്കീർത്തനം 9 വാക്യം, സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. മൂന്നാമതായി, നമ്മുടെ കാൽച്ചുവടുകൾ അവിടുത്തെ പൂർണ്ണ ഹിതത്തിൻ്റെ പാതയിൽ പടിപടിയായി വയ്ക്കുന്നതായിരിക്കണം. പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള പാതയുടെ പൂർണ്ണരൂപം വ്യക്തമായി കാണിച്ചു തരുവാനായിട്ടാണ്. എന്നാൽ ദൈവം ചെയ്യുന്നത് ഓരോ ദിവസവും നാം കർത്താവിൽ ആശ്രയിക്കേണ്ടിയതിനായും അവിടുത്തെ മുഖം അന്വേഷിക്കേണ്ടിയതിനായും ഓരോ പടികൾ മാത്രമായി കാണിച്ചു തരുന്നു. തിരുവചനം പറയുന്നത് 37 സങ്കീർത്തനം 23 വാക്യം, ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. ഹാവ് എ പ്ലസന്റ് ഡേ.